കാരണം ഇങ്ങനെ അണികളെ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. അതായത് വി ഡി സതീശൻ പ്രസംഗിക്കുന്ന സമയത്ത് കൂവാനും ഷാഫി പറമ്പിൽ പ്രസംഗിക്കുന്ന സമയത്ത് കയ്യടിക്കാനും വേണ്ടിയിട്ടാണ് ആളുകളെ നിർത്തിയിരുന്നത്. കാരണം ആർക്കാണ് കൂടുതൽ കയ്യടി കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം കുറ്റ്യാടി അദ്ദേഹത്തിന്റെ മണ്ഡലമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ പ്രസംഗിക്കുന്ന സമയത്ത് 10-20 പേര് കൈയടിക്കും. അതേസമയം ഷാഫി പറമ്പിൽ അങ്ങോട്ട് പ്രസംഗിക്കാൻ വേണ്ടി എണീക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഷാഫിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര വലിയ ഇങ്ങനെ മുദ്രാവാക്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്താണ്, വി ഡി സതീശനേക്കാൾ വലിയ നേതാവായിട്ട് കുറ്റ്യാടിയിൽ ആര് മാറുന്നു? ഷാഫി പറമ്പിൽ മാറുന്നു. അതിനു വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ് ഇത്. കാരണം ഇതൊരു കോംപ്ലക്സ് ആണ്. ഷാഫിയൊക്കെ എത്രയോ ജൂനിയറാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒക്കെ, അത് മനസ്സിലാക്കണ്ടേ. ഈ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൽ നിന്ന് മൂത്ത കോൺഗ്രസ് ആയിട്ട്, അപ്പോൾ തന്നെ മൂത്ത കോൺഗ്രസിന്റെ എല്ലാവർക്കും മുകളിൽ കയറിയിരിക്കണമെന്ന് ഒരാൾ ധരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? KPCC പ്രസിഡന്റ് ആകാൻ വേണ്ടിയുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന ആളാണ് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. ആ ഷാഫി പറമ്പിൽ ഇതേ രീതിയിലൊക്കെ ആണെങ്കിൽ KPCC പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ഈ വേദിയിലിരിക്കുന്ന കാരണവന്മാരെ എല്ലാം ചവിട്ടി പുറത്താക്കത്തില്ല.